ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പെരട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പം ഓൾ എന്നെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലാണ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ പെരട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ്. കൂടെ തന്നെ ഒരു 200 ഗ്രാം അളവിൽ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 200 ഗ്രാം അളവിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ബൗളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഒരു വലിയ ടേബിൾ സ്പൂണിൽ 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം. പിന്നെ നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് ഒരു 2 പച്ചമുളകാണ്. ഇപ്പോൾ മീഡിയം സൈസ് പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 3 പച്ചമുളക് എടുക്കണം. ഞാനിപ്പോൾ 2 വലിയ പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അതും ചേർക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് മുളക് പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും, മുളക് പൊടി എടുത്ത അതേ അളവിൽ തന്നെയാണ് നമ്മൾ മല്ലിപ്പൊടിയും ചേർക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ചീരകം പൊടിച്ചത് കൂടിയാണ്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി. പിന്നെ നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി. ഗരം മസാലയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ലെമൺ ജ്യൂസാണ്. ഒരു വലിയ നാരങ്ങ കംപ്ലീറ്റ് ആയിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2.5 ടേബിൾ സ്പൂൺ അളവിലുണ്ടാവും. അത്രയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് തേങ്ങാപ്പാൽ. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതായത് 1 കപ്പ് അളവിൽ തേങ്ങ ചിരകി എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ഈ തേങ്ങാപ്പാൽ ചിക്കനിലേക്ക് ചേർക്കുമ്പോഴത്തേക്കും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും ചേർത്തിട്ട് ഈ ചിക്കൻ ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. കംപ്ലീറ്റ് മസാലയും നമ്മുടെ ഈ ചിക്കനിൽ പിടിച്ചിട്ട് വരുന്നത് പോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത ചെറിയ ഉള്ളിയെല്ലാം കൈ വെച്ചിട്ട് നല്ലതുപോലെ സ്മാഷ് ചെയ്തിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ഒരു 30 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അത്രയും സമയം കൊണ്ട് നമ്മുടെ ഈ മസാലയെല്ലാം ഈ ചിക്കനിൽ പിടിച്ചിട്ട് നല്ലതുപോലെ മാരിനേറ്റ് ആയിട്ട് വരും. എന്നാൽ ശരി, ഒരു 30 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. 30 മിനിറ്റിലും കൂടുതൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇത്രയും സമയം വെച്ചിരുന്നാൽ മതിയാവും. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ചിക്കൻ പെരട്ട് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എപ്പോഴും ചിക്കൻ വെക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചേർക്കണം. അപ്പോൾ തന്നെയാണ് നല്ല കറക്റ്റ് ടേസ്റ്റായിട്ട് നമുക്കിത് കിട്ടുന്നത്. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പീസ് അളവിൽ കറുവാപ്പട്ട, ഒരു തക്കോലം, അതുപോലെ തന്നെ ഒരു 6 ഗ്രാമ്പു, 2 ഏലക്ക. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് സവാളയാണ്. 2 മീഡിയം സൈസ് സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ചെറുതായിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ 1.5 സവാള ചേർത്താൽ മതിയാവും. വലിയ സവാള ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ചേർക്കണ്ട, 1.5 സവാള ചേർത്താൽ മതിയാവും. അപ്പോൾ ഇനി സവാളയും കൂടി ചേർത്തിട്ട് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരല്പം ഈ സവാളയ്ക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഈ ബിരിയാണിയുടെ മുകളിലൊക്കെ നമ്മൾ സവാള വറുത്തിടില്ലേ, ആ ഒരു രീതിയിൽ വേണം നമ്മളിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുവരെ അത്രയും കളർ മാറുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ സവാളയുടെ കളറൊക്കെ ഇപ്പം നന്നായിട്ട് മാറിയിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന നമ്മുടെ ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ അടച്ച് വെച്ച് ഒന്ന് തിളപ്പിക്കണം. 3 മിനിറ്റ് മാത്രം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. എന്നാൽ ശരി, ഒരു 3 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ.
ഇതിപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. വീണ്ടും നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർക്കണം. നമ്മളിപ്പോൾ ചിക്കൻ പെരട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിൻ്റെ പേരിൽ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കുകയാണ്. അവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ച് വെക്കണം. അടച്ച് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്, മീഡിയത്തിൽ നിന്ന് അല്പം കൂടി കുറച്ച് വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. അത്രയും സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ എല്ലാം നന്നായിട്ട് വെന്തിട്ട് നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ചിട്ട് വരും. ചിക്കനൊക്കെ വേകാനായിട്ട് ആകെ 10 മിനിറ്റ് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. ഇരുന്നാലും നമ്മൾ മാക്സിമം കുക്ക് ചെയ്ത് വേണം ചിക്കൻ കഴിക്കാനായിട്ട്. അതിൻ്റെ പേരിലാണ് നമ്മൾ 15 മുതൽ 20 മിനിറ്റ് വരെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത്. എന്നാൽ ശരി, ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ കരിഞ്ഞിട്ട് പിടിക്കും. അതിൻ്റെ പേരിൽ ഇടയ്ക്ക് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമ്മുടെ ഈ ചിക്കൻ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല സൂപ്പറായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എടുത്ത് കഴിക്കാൻ തോന്നും. വളരെ ടേസ്റ്റി ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. നമ്മൾ ഈ സവാള എല്ലാം ഇങ്ങനെ വറുത്ത് കളർ മാറിയതിന് ശേഷമല്ലേ ഇട്ടത്. അതിൻ്റെ പേരിലാണ് നമ്മുടെ ചിക്കൻ കറിയെല്ലാം നല്ല കറുത്ത കളറിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്ക് ഏത് ചിക്കൻ ആണെന്നുണ്ടെങ്കിലും ബീഫ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴത്തേക്കും ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇത് ഗ്രേവി ആയിട്ട് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നോ അത്രയും തിക്കായിട്ട് തന്നെ ഈ ഗ്രേവി ഉണ്ടാവും. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇത് എന്തിൻ്റെ കൂടെ കഴിക്കണമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഈ സൂപ്പർ ചിക്കൻ പെരട്ട് കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്.